പെരിന്തൽമണ്ണ നഗരത്തിൽ പെർമിറ്റുള്ള മുഴുവൻ ഓട്ടോറിക്ഷകളുടെയും വിവരങ്ങൾ അടങ്ങിയ രജിസ്റ്റർ തയ്യാറാക്കി. ട്രേഡ് യൂണിയൻ ഓട്ടോ തൊഴിലാളി യൂണിയനുകൾ മുൻകൈയെടുത്ത് തയ്യാറാക്കിയ 946 ഓട്ടോറിക്ഷകളുടെ വിവരങ്ങൾ അടങ്ങിയ രജിസ്റ്റർ മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനും കൈമാറി. ഓട്ടോറിക്ഷകളിൽ നമ്പറും QR കോഡും പതിച്ചു. QR കോഡിലൂടെ പരിശോധിച്ചാൽ ഓട്ടോ തൊഴിലാളിയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. സ്ത്രീകൾക്ക് ഉൾപ്പെടെ ഇത് ഏറെ സഹായകമാകുമെന്ന് ജോയിന്റ് RTO പത്മകുമാർ പറഞ്ഞു. പെരിന്തൽമണ്ണ നഗരത്തിൽ പെർമിറ്റുള്ള മുഴുവൻ ഓട്ടോറിക്ഷകളുടെയും രജിസ്റ്റർ തയ്യാറായി. 946 ഓട്ടോറിക്ഷകൾക്കാണ് പെരിന്തൽമണ്ണ നഗരത്തിൽ പെർമിറ്റുള്ളത്. ഓട്ടോറിക്ഷകളിൽ നമ്പറും QR കോഡ് സ്റ്റിക്കറും പതിപ്പിച്ചു. ഈ QR കോഡ് സ്കാൻ ചെയ്താൽ ഓട്ടോ ഡ്രൈവറുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ മുഴുവൻ വിവരങ്ങളും ലഭിക്കും. ഓട്ടോറിക്ഷകളുടെ വിവരങ്ങൾ അടങ്ങിയ രജിസ്റ്റർ ബുക്ക് തയ്യാറാക്കി പെരിന്തൽമണ്ണ ജോയിന്റ് RTO പത്മകുമാർ, ട്രാഫിക് സബ് ഇൻസ്പെക്ടർ VA കബീർ എന്നിവർക്ക് കൈമാറി. ജോയിന്റ് RTO പത്മകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തമായ ഈ സംവിധാനം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്കെല്ലാം ഏറെ സഹായകമാകുമെന്ന് RTO പത്മകുമാർ പറഞ്ഞു. ഈ തൊഴിലാളി സമൂഹം അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ഏറ്റെടുത്ത ഈ നടപടിക്രമം അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. കാരണം ഈ ഒരു സ്റ്റിക്കർ പതിക്കുന്നതോടുകൂടി പബ്ലിക്കിന് മുമ്പിൽ നമ്മളെ തന്നെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു കീഴ്വഴക്കമാണ്. ഈ എന്താ പറയുന്നത്, ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഓട്ടോയിൽ കയറുന്ന ഒരാൾ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോറിക്ഷയുടെയും അതിൻ്റെ ഉടമയെ സംബന്ധിച്ചുള്ള ഫോൺ നമ്പർ സഹിതമുള്ള വിവരങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കാൻ ചെയ്യുന്ന ആൾക്ക് മൊബൈലിൽ എത്തിച്ചേരും. അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചാൽ മതി ഏത് ഓട്ടോയിലാണ് പോകുന്നത്. രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ചും സ്ത്രീകളടക്കമുള്ള യാത്രക്കാർ ഈ സ്കാൻ ചെയ്തൊരു വാഹനം കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സുരക്ഷിതമായ ഒരു മനോഭാവം, സുരക്ഷിതമായ ഒരു ഓട്ടോറിക്ഷയിലാണ് നാം കടന്നു പോകുന്നത്, അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു മേഖലയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ആ പൊതുജനത്തിന് തോന്നുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രവൃത്തികളുടെ നിലവാരവും കൂടി ഉയർന്നു കഴിഞ്ഞാൽ ഇത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നടപടിക്ക് തുടക്കം കുറിച്ചു എന്ന് ഇന്നത്തെ ദിവസത്തെ കണക്കാക്കാൻ പറ്റും. ട്രേഡ് യൂണിയൻ, ഓട്ടോ തൊഴിലാളി യൂണിയനുകളുടെ നേതാക്കളായ പച്ചേരി സുബൈർ, നെച്ചിയിൽ ജലീൽ, തെക്കത്ത് ഉസ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ സ്റ്റിക്കറിന്റെ പരിഷ്കാരം കൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ സംയുക്ത ട്രേഡ് യൂണിയൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അനധികൃത സർവീസ് നടത്തുന്ന ഓട്ടോക്കാരെ തിരിച്ചറിയുക. അതേമാതിരി അനധികൃത സ്റ്റിക്കറായിട്ട് ഒട്ടിച്ച് ഓടുന്ന ആൾക്കാരുണ്ട്, അവരെ തിരിച്ചറിയാനും യാത്രക്കാർക്കുള്ള ഗുണം എന്താ വെച്ചാൽ ഇതുമേ QR കോഡ് ഉണ്ട്. അതുമേ വണ്ടിന്റെ RC ഓണറും ഇതൊക്കെ സ്കാൻ ചെയ്താൽ കംപ്ലീറ്റ് കിട്ടും. ഫോൺ നമ്പർ, എവിടെയുള്ള വണ്ടിയാണ് എന്നുള്ള കംപ്ലീറ്റ് റിസൾട്ട് അതിൽ കിട്ടും. പെരിന്തൽമണ്ണ നഗരസഭയിൽ കാലങ്ങളായിട്ട് വലിയ ഇഷ്യൂ എന്ന സാധനമാണ് പെർമിറ്റ് ഇല്ലാത്ത വണ്ടികൾ ടൗണിൽ ഇറങ്ങി ബ്ലോക്ക് ആക്കുന്ന സംവിധാനം. അതുപോലെ തന്നെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി പെട്ട ആളുകൾക്ക് തന്നെ ഓടാൻ പറ്റാത്ത, പെർമിറ്റുള്ള ആളുകൾ ഓടാൻ പറ്റാത്ത സംവിധാനം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കേരള ഹൈക്കോടതി മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പെർമിറ്റ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഈ കൺജസ്റ്റഡായ സമയത്ത് വളരെ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അതിനുശേഷം സുഖമില്ലാത്ത ക്യാൻസർ രോഗികൾ എന്നൊക്കെ പറഞ്ഞ് ഹൈക്കോടതി പോയിട്ട് കുറച്ച് പെർമിറ്റ് എടുത്തിട്ടുണ്ട്. അവർക്ക് ഓടാനുള്ള സ്ഥലം, പാർക്കിംഗ്, ഹാൾട്ടിംഗ് പെർമിറ്റുള്ള സ്ഥലം അടക്കം കൊടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പെരിന്തൽമണ്ണ പെർമിറ്റുള്ള ആളുകളെ മൊത്തം വിളിച്ചു കൂട്ടി അവരുടെ RCയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് നമ്മുടെ CIT നേതാവ് പറഞ്ഞ പോലെ തന്നെ, ജലീൽ പറഞ്ഞ പോലെ തന്നെ QR കോഡ് അടക്കമുള്ള രൂപത്തിൽ ചെയ്തുകൊണ്ട് എല്ലാ വണ്ടികളും, അതേമാതിരി ഒരു വണ്ടിന്റെ നമ്പറിൽ തന്നെ 4ഉം 5ഉം വണ്ടി ഓടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ. അതിനൊക്കെ ശാശ്വത പരിഹാരം കണ്ടു എന്നുള്ളതാണ് ഇതിൽ സത്യം. വലിയ സിറ്റിയായ പെരിന്തൽമണ്ണയിൽ 1000ഓളം ഓട്ടോ പെർമിറ്റ് നിലവിൽ ഉണ്ട്. ഈ പെർമിറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു വണ്ടിന്റെ പെർമിറ്റ് വെച്ച് വേറെ ഓട്ടോറിക്ഷ ഈ കള്ള സ്റ്റിക്കർ ഒട്ടിച്ചും കൊണ്ട് ഒരുപാട് വണ്ടികൾ ഓടുന്നുണ്ട്. അപ്പം അതൊക്കെ ഈ പുതിയ സ്റ്റിക്കർ കൊണ്ട് അത് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പെരിന്തൽമണ്ണ ടൗണിൽ വേറെ അങ്ങാടിപ്പുറം പഞ്ചായത്ത്, താഴക്കോട് പഞ്ചായത്ത്, ഇങ്ങനെ ഒരുപാട് പഞ്ചായത്തിൽ നിന്നൊക്കെ ഒരുപാട് വണ്ടികൾ ഈ ടൗൺ കേന്ദ്രീകരിച്ച് ഓടുന്നുണ്ട്. അതുകൊണ്ട് പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞാൽ വലിയൊരു ഹോസ്പിറ്റൽ സിറ്റിയാണ്, വലിയൊരു ബിസിനസ് സിറ്റിയാണ്, തിരക്ക് പിടിച്ച സിറ്റിയാണ്. ഈ 1200 ഓട്ടോറിക്ഷക്കാർക്ക് തന്നെ ഇവിടെ ഓടാനും പാർക്ക് ചെയ്യാനും തന്നെ സൗകര്യം വളരെ കുറവാണ്. ഈ അടിസ്ഥാനത്തിൽ ഇവിടെ അനധികൃതമായിട്ട് ഓടുന്ന എല്ലാ ഓട്ടോറിക്ഷകളെയും പിടിച്ചു കെട്ടാനും അതുപോലെ തന്നെ മറ്റു തൊട്ട പഞ്ചായത്തിന്
വരുന്ന എല്ലാ ഓട്ടോറിക്ഷകളും ഇവിടെ നിന്ന് ഓടാൻ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. അനധികൃതമായി ഓടുന്നത് കണ്ടുപിടിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്ക് വാഹനങ്ങൾ വേഗത്തിൽ പരിശോധിക്കുന്നതിനും ഓട്ടോകളിൽ പതിച്ച QR സംവിധാനത്തിലൂടെ സാധ്യമാകും. നമ്മുടെ പെരിന്തൽമണ്ണ നഗരത്തിൽ 946 പെർമിറ്റുകളാണ് നഗരത്തിൽ സർവീസ് നടത്താൻ അനുവാദമുള്ള പെർമിറ്റുകൾ ഉള്ളത്. ഈ 946 പെർമിറ്റുകൾ ഓട്ടോറിക്ഷകളുടെയും പെർമിറ്റ് പേപ്പറും RC പേപ്പറും വാങ്ങിക്കൊണ്ട് അവർക്ക് നിലവിൽ 1 മുതൽ 946 വരെ ക്രമീകരിച്ച് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറുകൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ QR കോഡ് അടിസ്ഥാനത്തിലുള്ള ഒരു സ്റ്റിക്കറാണ് നമ്മൾ ഈ ഓട്ടോ റിക്ഷകളിൽ പതിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ QR കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് യാത്രക്കാർക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിൽ ആ വാഹന ഉടമയുടെ പേര്, വാഹനത്തിൻ്റെ നമ്പർ, RTOയിൽ നിന്ന് പെർമിറ്റ് അനുവദിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പെർമിറ്റിൻ്റെ നമ്പർ, നിലവിൽ നമ്മൾ 1 മുതൽ 946 വരെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ള നമ്പർ, ഈ 4 കാര്യങ്ങൾ ആ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും. ഇത് യാത്രക്കാർക്കും അതുപോലെ മോട്ടോർ വാഹന വകുപ്പിലെയും ട്രാഫിക് പോലീസിലെയും ഉദ്യോഗസ്ഥർക്കും വളരെ സൗകര്യമാണ്. ഇതിൽ യാത്രക്കാർക്കുള്ള ഉപകാരം എന്ന് പറയുന്നത് അവർക്ക് ടൗണിലുള്ള വണ്ടികൾ തിരിച്ചറിയാൻ സാധിക്കും. ചില സാധനങ്ങൾ എന്തോ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ആ വണ്ടി നമ്പർ നോട്ട് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് അവർക്ക് അറിയാൻ പറ്റും. അതുപോലെ പല സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എത്രയോ തവണ മറന്ന സാധനങ്ങൾ നമുക്ക് എടുത്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വണ്ടി നമ്പർ പറഞ്ഞാൽ ആ പെട്ടെന്ന് ഗ്രൂപ്പിലിട്ടാൽ ആ ഓട്ടോ ഡ്രൈവറെയും വണ്ടിയെയും കിട്ടിയ സാധനങ്ങൾ തിരിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണ നഗരത്തിലെ പെർമിറ്റുള്ള മുഴുവൻ ഓട്ടോറിക്ഷകളെയും രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.